ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിൻസ് ഫുഡ് കോർട്ട്. ഞാനിന്ന് വന്നിട്ടുള്ളത് എങ്ങനെ സിമ്പിളായി ടേസ്റ്റി ആയിട്ട് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എങ്ങനെ ബട്ടർ നാൻ തയ്യാറാക്കാമെന്നുള്ള വീഡിയോയുമായിട്ടാണ്. പ്രത്യേകിച്ച് നാനിൻ്റെ കൂടെ ബട്ടർ കൂടെ ചേർത്ത് ഒന്ന് ചുട്ടെടുക്കുമ്പോൾ നമ്മുടെ നാനിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും കിട്ടും. എങ്കിൽ ഈ ടേസ്റ്റിയായ റെസിപ്പി എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ആദ്യമായി നമുക്ക് ഒരു വലിയ പാത്രം എടുത്ത് 2 കപ്പ് മൈദ ചേർക്കാം. മൈദയിലേക്ക് ആവശ്യമായ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ എടുക്കേണ്ടത്. തൈര് 1/4 കപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള തൈര് പിന്നീടാണ് നമ്മൾ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 1/4 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഞാൻ 10 മിനിറ്റ് മുമ്പ് ചേർത്ത് വെച്ചിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പുതിയ ഈസ്റ്റ് എടുക്കുന്നതാണ് നല്ലത്, എന്നാൽ പെട്ടെന്ന് അത് പൊങ്ങി വരും. പഴക്കമുള്ള ഈസ്റ്റ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം കൂടി സ്പൂൺ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മാറ്റിവെച്ച തൈര് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ബാക്കിയുള്ള ഈസ്റ്റ് കൂടി ചേർത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. മിക്സ് റെഡിയായതിന് ശേഷം നമുക്ക് കൈവച്ച് നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിൻ്റെ കാട്ടിലും കുറച്ച് ലൂസായിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. എന്നാലേ നമ്മുടെ ഡൗ നല്ല സോഫ്റ്റായിട്ട് വരികയുള്ളൂ. നമ്മുടെ ഡൗ ഒരുവിധം കുഴഞ്ഞ് പാകമാകുമ്പോൾ നമുക്കതിന് മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ഒന്നുകൂടി കുഴച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡൗ കുഴഞ്ഞ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഡൗ മൂടി വെച്ച് 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങി വരും. അങ്ങനെ നമ്മുടെ ഡൗ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഡൗ നമുക്ക് കൈ വെച്ച് ഒന്നുകൂടി നന്നായി കുഴച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നന്നായി കുഴച്ച് കൊടുക്കേണ്ടി വരും. അത്യാവശ്യം ഇടിയും തൊഴിയും ഒക്കെ ആവാം. ചപ്പാത്തിയുടെ ഉരുളകളെക്കാൾ കുറച്ചുകൂടി വലിയ ഉരുളകളാക്കിയാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് 12 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ച് ഓരോന്നായി പരത്തിയെടുക്കാം. ഓരോ ഡൗവിലും ഞാൻ മല്ലിയില ചെറുതായി അരിഞ്ഞത് വെക്കുന്നുണ്ട്. ഒരു നല്ല മണത്തിനും ടേസ്റ്റിനും വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. മല്ലിയിലയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചെയ്യേണ്ട നിർബന്ധമില്ല. ഓരോ നാനും പരത്തിയെടുക്കേണ്ടത് ചെറിയ പത്തിരിയുടെ വലിപ്പത്തിലാണ്. തിന്നാക്കാൻ പാടില്ല, അത്യാവശ്യം കട്ടിയിൽ പരത്തണം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു പാത്രത്തിൽ അലുമിനിയം ഫോയിലിൽ വെച്ച് അതിന് മുകളിലാണ് ഞാൻ നാനുകൾ പരത്തി വെക്കുന്നത്. നാനുകൾ ചുട്ടെടുക്കുന്നതിന് വേണ്ടി ഒരു വലിയ തവ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. ഒരു ഭാഗം പൊങ്ങി വന്നതിന് ശേഷം മറ്റുള്ള ഭാഗം തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ നാന് റെഡിയാവുകയുള്ളൂ. പൊങ്ങി വരുമ്പോൾ നാനിന് മുകളിൽ ബട്ടർ തേച്ച് കൊടുക്കണം. അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ബട്ടർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞങ്ങളിവിടെ 1/4 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഓരോ നാനിന് മുകളിലും ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബട്ടറുള്ള ബട്ടർ നാൻ ചൂടോടെ ചുട്ടെടുത്തിട്ടുണ്ട്. തന്തൂരി ചിക്കനും ഈ ബട്ടർ നാനും നല്ല കോമ്പിനേഷനാണ്. ഞങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പലതവണ. ഇതിന് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത റെസിപ്പി വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.